ഇന്നത്തോടു കൂടി ഗോവ വ്ലോഗ് ഇവിടെ അവസാനിക്കുവാണ്. കാരണം ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഗോവയിൽ. ഇന്ന് രാത്രിയാണ് നമുക്കുള്ള ട്രെയിന്. ഇന്ന് ആദ്യമേ പോകുന്നത് നമുക്ക് ഫസ്റ്റ് ഡേ കാണാൻ പറ്റാണ്ട് പോയ അഗോഡ ഫോർട്ടിലേക്കാണ്. നല്ല ഒടുക്കത്തെ ചൂടാണ്, എന്നാലും വേറെ വഴിയൊന്നുമില്ല. പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് കാണേണ്ടത് അത്യാവശ്യമാണ്. അഗോഡ ഫോർട്ടിന്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോഴേ ഒരു വശത്ത് മുഴുവനായിട്ടും കുറേ ഫോട്ടോസ് വെച്ചേക്കുവാണ്. അതൊക്കെ തന്നെ ഗോവയിലെ പ്രശസ്തമായ പല പല സ്ഥലങ്ങളുടെ ഫോട്ടോസാണ്. ഇതിനകത്ത് നമ്മുടെ ഓൾഡ് ഗോവ ചർച്ച്, നമ്മുടെ പാർട്ട് 2 ഓൾഡ് ഗോവ ചർച്ചിന്റെ ഒക്കെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. ആ ഫോട്ടോസിൽ പകുതിയും നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ കണ്ട് വീണ്ടും സ്റ്റെപ്പൊക്കെ കയറി ചെല്ലുമ്പോൾ നമ്മൾ ഏകദേശം അതിന്റെ മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ടാവും. അങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതേ വിശാലമായ ഒരു കടലാണ് കാണുന്നത്. നല്ല പൊള്ളുന്ന വെയിലാണെങ്കിലും ഞങ്ങൾ റീൽസ് എടുക്കാൻ ഒട്ടും മടി കാണിച്ചില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ പഴയ കാലത്തെ ഒരു ജയിലായിരുന്നു ഈ അഗോഡ ഫോർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് ആവശ്യത്തിലേറെ വെയിലും കൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ചപ്പോറ ഫോർട്ടിലേക്കാണ്. ഏകദേശം ഒരു കുരിശുമല കയറുന്ന അതേ പ്രതീതിയാണ്. ഈ പൊരി വെയിലത്ത് ഇത് കയറാൻ പറ്റിയതിന്റെ എല്ലാ സന്തോഷവും എന്റെ മുഖത്ത് തെളിഞ്ഞു കാണാം. കണ്ടില്ലേ ഞാൻ എന്ത് ഹാപ്പിയാണെന്ന്. മുൻപോട്ട് ഇങ്ങനെ വഴി കാണുമ്പോഴേ എന്റെ തല കറങ്ങുമായിരുന്നു. നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ ഒരു വശത്ത് കാണുന്ന കാഴ്ചയാണ് ഇതൊക്കെ. അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തിയപ്പോഴത്തേ മരുഭൂമി പോലെ കുറച്ച് സ്ഥലം, പക്ഷെ അവിടെ നിന്ന് കാണുന്ന വ്യൂ ദേ ഇതാണ്. നല്ല വെയിലാണെങ്കിലും ഇങ്ങനത്തെ സ്ഥലം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ അധികം കിട്ടാറില്ല. അതുകൊണ്ട് ആ മതിൽ വലിഞ്ഞേറി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഞാൻ അങ്ങനെ എടുത്തു. എന്തൊക്കെ ആക്ഷനാ കാണിക്കുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ വഴിയിലേക്ക് ഇറങ്ങിയാൽ കൂടുതലും തെരുവ് നായ്ക്കളായിരിക്കും, പക്ഷെ ഇവിടെ കൂടുതലായിട്ട് കണ്ടത് പശുമ്പേനെയാണ്. സമയം അധികം ഇല്ലാത്തത് കൊണ്ട് പിന്നെ കറങ്ങാനൊന്നും നിന്നില്ല. റിസോർട്ടിൽ വന്ന് ഫ്രഷായി സാധനങ്ങൾ എടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നു. ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത് മഡ്ഗൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. അവിടെ വരെ വേറൊരു ട്രെയിൻ പിടിച്ച് വേണം പോകാനായിട്ട്. സെക്കൻഡ്സിന്റെ വ്യത്യാസത്തിലാണ് ട്രെയിൻ നഷ്ടപ്പെടാണ്ട് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങോട്ട് ഓട്ടോ ഓർക്കുമ്പോൾ എന്റെ ദൈവം, ഈ കാലത്തൊന്നും ഇങ്ങനെ ഓടിയിട്ടില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ സ്വന്തം നാട്ടിൽ വന്ന് കാല് കുത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ഇന്നത്തോടു കൂടി നമ്മുടെ ഗോവ വ്ലോഗ്സ് ഇവിടെ തീരുകയാണ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.